ഞാൻ രശ്മി. ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ഓമനപ്പോള. സാധാരണ എല്ലാവരും ഇത് സ്വീറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുക. എന്നാൽ ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സ്പൈസി ആയിട്ടാണ് ഓമനപ്പോള ഉണ്ടാക്കാൻ പോണത്. ചിക്കനൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് സ്പൈസി ഓമനപ്പോള ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഓമനപ്പോള ഉണ്ടാക്കാം. ഓമനപ്പോള ഉണ്ടാക്കാനായിട്ട് 1/4 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അധികം എല്ലില്ലാത്ത ചിക്കനാണ് ഉള്ളത്, പക്ഷേ എല്ലുള്ള പീസസും ഉണ്ട്. അതേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കുരുമുളക് പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. വിനാഗിരി 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഒഴിക്കാം. പിന്നെ ജിഞ്ചർ പേസ്റ്റാണ് ഇത് 1/4 ടീസ്പൂൺ ഇല്ല, ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഇടാം. ഗാർലിക് പേസ്റ്റും അത്ര തന്നെ. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇടണമെന്നില്ല. അത് സവാള വഴറ്റുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുഴച്ച് വയ്ക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്താലേ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് നല്ലൊരു സോഫ്റ്റ്നെസ് അതിന് ഉണ്ടാവുള്ളൂ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് ചെറുതാക്കിയിട്ട് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. ഇത് ചെറിയ സവാളയാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കട്ടെ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി ആദ്യം. നമുക്ക് ചിക്കൻ പീസസ് എടുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ആ സൈഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് അത് നന്നായിട്ടൊന്ന് വെന്തോളും. വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുവേണ്ടി പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ അതേ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ട് അരിഞ്ഞ നിങ്ങൾക്ക് പറ്റുന്ന പോലെ അരിഞ്ഞാൽ മതി. കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഒന്ന് വഴന്നിട്ട് നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റട്ടെ. ഈ സവാള വഴറ്റുന്ന സമയത്ത് നമുക്ക് തക്കാളി ഒന്ന് മുറിച്ച് വെക്കാം. ചെറിയതാക്കി മുറിച്ചാൽ മതി. ചെറിയൊരു തക്കാളിയാണിത്. ഇതൊരു ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുകയാണ്. ഇപ്പോൾ സവാള ഒന്ന് വഴന്നിട്ടുണ്ട്, ഒന്ന് വാടിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതാണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ വഴറ്റിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല, ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി അതിലേക്ക് തക്കാളി ചെറുതായിട്ട് മുറിച്ചതിട്ടിട്ടുണ്ട്. ഇതൊന്ന് വേവണം. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടൊരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അതിന് നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡൊക്കെ വെന്തിട്ടുണ്ടാവും. ഇപ്പം ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ്. ഇപ്പം എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. അടച്ചു വെച്ച് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേവില്ല, വെള്ളം വറ്റി പോവുകയുള്ളൂ. ഇതിലേക്ക് ഞാൻ കറിവേപ്പില 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവട്ടെ അവിടെ കിടന്നിട്ട്. നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്.
നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഒരുപാട് സമയം വെക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആ സൈഡൊന്ന് ആയിട്ടുണ്ടാവും, ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി. ആ സൈഡ് ഒന്നായിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ ഞാനെല്ലാം എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ എണ്ണ അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് ഇതിനകത്താണ് ഓമനപ്പോള ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാനത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇതാണ് ചിക്കൻ പീസസ്. ഇത് ഞാൻ മിക്സിയിൽ അടിക്കുന്നില്ല. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കഷ്ണം നമുക്ക് കടിക്കാൻ കിട്ടില്ല. അപ്പോൾ പക്ഷെ നമുക്ക് കഷ്ണം ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അടത്തിയിടും. അപ്പോൾ ഇത് ചിക്കൻ ഒന്ന് തണുക്കട്ടെ. ഏകദേശം ഒരു മൊത്തത്തിൽ ഞാനിപ്പോൾ സവാള വെച്ചിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഇടുന്നത്. ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടുന്നില്ല, മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മീറ്റ് മസാല ഇട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ചിക്കൻ പീസസ് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അടത്തിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തീരെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ ഒന്ന് അടിക്കാം. പക്ഷെ അതൊക്കെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ കൂട്ടി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെച്ച് 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓമനപ്പോളയ്ക്കുള്ള ഫില്ലിങ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എനിക്കിപ്പോൾ ഒരു പാകത്തിനുള്ള ഒരു എരിവാണിത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു എരിവാണിത്. കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ പച്ചമുളകൊക്കെ കഴിക്കാനായിട്ട് കിട്ടുന്ന ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ലതായിരിക്കും. അത് ഞാൻ ഓഫാക്കുകയാണ്. ഇനി നമുക്ക് പാൻ കേക്ക് റെഡിയാക്കണം. ഓമനപ്പോളയ്ക്കുള്ള പാൻ കേക്ക് റെഡിയാക്കാനായിട്ട് മൈദയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് മൈദയുണ്ട്. അത് ഏകദേശം ഒരു 1/4 കിലോ മൈദ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. 2 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിക്കാം. അപ്പോൾ നല്ല ആ കട്ടകളൊക്കെ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും. ഏകദേശം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അങ്ങ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചാൽ മതി. കാരണം മിക്സിയുടെ ജാറിലേക്ക് ഒരുമിച്ചിടുവാണെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ പറ്റിപ്പിടിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഒരുപാട് സമയം അടിക്കരുത്. മൈദ ഇട്ടിട്ട് മൈദയും വെള്ളവും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 പ്രാവശ്യം നമ്മുടെ പ്രസ് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ മിക്സിയുടെ, അപ്പോൾ ആ ഒരു ബട്ടൺ അമർത്തി 2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടും. ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈദയുടെ ഇലാസ്റ്റിസിറ്റി അങ്ങ് കൂടിയിട്ട് ഒരു വലിഞ്ഞ പോലെ ഒരു ഉറപ്പായിട്ട് മാറും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് അടിക്കരുത്. ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അടിച്ചിട്ട് വരട്ടെ. ഇപ്പോൾ പാൻ കേക്കിനുള്ള ബാറ്റർ ഞാൻ അടിച്ചു വന്നിട്ടുണ്ട്. 2-3 അടി നിങ്ങൾക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒന്ന് കുറച്ചൊന്ന് അടിച്ചു കഴിഞ്ഞാൽ മതി. ഒരുപാട് സമയം ഇങ്ങനെ അടിച്ചങ്ങ് ചൂടായി പോവാതിരുന്നാൽ മതി. ഇതിപ്പോൾ കണ്ടോ നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കണ്ട, ഇതാണ് നമ്മുടെ പാൻ കേക്കിനുള്ള ബാറ്റർ. നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ബാറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഒരു തവിയെടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇത് മറിച്ചിട്ട ഉടനെ തന്നെ നമുക്ക് മസാല കൂട്ടി വെച്ച് കൊടുക്കാം. ഒരുപാട് മസാല നിറച്ച് വെക്കണ്ട, നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. രണ്ട് സൈഡും മടക്കി കൊടുത്താൽ മതി. മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ അതവിടെ ഒട്ടിക്കോളും. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മുടെ ഓമനപ്പഴമെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീപ് ഫ്രൈ ചെയ്യാം, പക്ഷെ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയില്ലേ, ആ എണ്ണ തന്നെയാണ് എടുക്കുന്നത്. അതിനകത്തോട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ എണ്ണയിലാവുമ്പോൾ അതിൻ്റെ പുറമേയും നല്ലൊരു ടേസ്റ്റ് വരും. നമ്മുടെ ആദ്യത്തെ ഓമനപ്പഴം ഇട്ട് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഇട്ട് കൊടുക്കുകയാണ്. 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് തന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡായിട്ടുണ്ട്. ഇപ്പം മറ്റേ സൈഡും കുറച്ച് സമയം ഒന്ന് വെച്ചാൽ മതി. ഒരുപാടങ്ങ് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. ഞാനിതിന് എടുക്കുകയാണേ. ഇതെല്ലാം നമ്മുടെ ചിക്കൻ ഓമനപ്പോള റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം ഓമനപ്പോളയും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ. ഇതിപ്പം എല്ലാ ഓമനപ്പോളയും റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. ഇനി തണുത്താലും കുഴപ്പമൊന്നുമില്ല, ക്രിസ്പിനെസ് കുറയുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് തന്നെയാണ്. കാരണം ഇത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറമേ ഉള്ള ആ കൂട്ടിനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 9 എണ്ണമാണ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 എണ്ണമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിറ്റേ ദിവസം രാവിലെ തവയിലിട്ട് 2 സൈഡും ഒന്ന് ചൂടാക്കിയിട്ട് കൊടുത്തു വിട്ടാൽ മതി. 2 എണ്ണമൊക്കെ തന്നെ കഴിച്ചാൽ വയറ് നിറയും. ഈ റംസാൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ചിലർക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ റെഡ് കളറിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അത് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബെല്ലൈക്കൺ കാണും. അപ്പോൾ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും വരുള്ളൂ. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Stay happy, stay positive. Bye. അനക്കണ്ട 5,000 അനക്കണ്ട. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം.